ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്, ചെറിയൊരു 4.5 മിനിറ്റ് കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീനിനെ നമുക്കിവിടെ ഉണ്ണിമേരി എന്നാണ് പറയുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിൽ പല പേരിലായിരിക്കും ഈ മീനിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ ഉണ്ണിമേരി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനിനെ ഒന്ന് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് സൈഡെല്ലാം മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് വെട്ടി കഴുകിയെടുക്കാവേ. അപ്പോൾ അതേണ്ട ഞാൻ ഇതുപോലെ വൃത്തിയാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പിഴുപുളിയാണ് നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്, തോട്ടുപുളിയല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ വറുത്തരച്ച് മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര മെനക്കേടാണ്, എന്നാലും ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തേങ്ങ പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി കേട്ടോ. അത് കരിച്ചെടുക്കരുത് ഒരിക്കലും. തീ കുറച്ചിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് എടുക്കണം കേട്ടോ. നമ്മൾ തീയലൊക്കെ വെക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് 5-6 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറക്കുമ്പം ചിലർ ആദ്യമേ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പൊടിയുടെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഈ ഒരു എണ്ണയ്ക്കകത്ത് തേങ്ങ വറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും, കരിഞ്ഞു പോകാതെ. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തീ കുറച്ചിട്ട് കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മളൊന്ന് തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ മീൻ മേടിക്കുമ്പോൾ ഒന്നുകിൽ മുളക് കറി വെക്കും, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കും. പക്ഷേ ഈ ഒരു രൂപത്തിൽ വെച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമുക്ക് സമയമില്ല എല്ലാവർക്കും, പക്ഷേ കുറച്ച് സമയം കണ്ടെത്തി ഇതുപോലെ റെഡിയാക്കാമെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റോടു കൂടി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേണ്ടേ ഞാൻ ഇതുപോലൊന്ന് വറുത്ത് എടുക്കുവാണേ. അപ്പം നമുക്കതിന് വേണ്ടുന്ന പൊടി എന്ന് പറയാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഈ ഒരു മൂപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഈ ഒരു സമയം പൊടി ഇട്ട് കഴിയുമ്പം ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന ടൈം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ചെടുത്തിട്ട് നമ്മളിതൊരു തണുക്കാൻ വെക്കണം കേട്ടോ. ഒരു പാത്രത്തിനകത്തോട്ട് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് നമ്മൾ ചൂടോടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ ഇത് തണുക്കാൻ മാറ്റി വെച്ച് അതുപോലെ ഒന്ന് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഇപ്പോൾ തീയലിനായാലും മീനിനായാലും നമ്മൾ തേങ്ങ വറുത്ത് അരയ്ക്കുമ്പം ഒരു സ്വല്പം പോലും വെള്ളം ചേർക്കത്തില്ല കേട്ടോ. നമ്മളല്ലാതെ ഇതിൽ തന്നെ ആ ഒരു എണ്ണമയത്തിൽ നല്ലതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ വേണ്ട മിക്സിയുടെ ജാറിനകത്തൊട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒത്തിരി നാളായി നമ്മൾ തേങ്ങ വറുത്തരച്ച് മീൻ കറി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ച് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാമെന്ന്. കാരണം എപ്പോഴും നമ്മൾ തേങ്ങാക്കറിയും മുളക് കറിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതേണ്ടേ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തിട്ട് നമ്മുടെ ആ മീനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പും. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളവും കൂടാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ തോട്ടുപുളിയാണ് ചേർക്കുന്നതെങ്കിൽ കുടംപുളി ആ ടൈമിൽ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ നിന്ന് പിഴുപുളിയാണ് ചേർക്കുന്നത്. കൂടുതലും നമ്മളിവിടെ തോട്ടുപുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു മീൻ വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടിട്ട് നമ്മുടെ കൈവച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാവേ. അപ്പോൾ അടുപ്പിൽ വെച്ച് നല്ല പോലെ തിളയ്ക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം. നോക്കിയിട്ട് പിന്നെ നമുക്ക് തിളച്ച് കഴിയുമ്പം ഒന്നുകൂടി ഉപ്പ് നോക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഇത് കൈവച്ചിട്ട് നമ്മൾ കലക്കുമ്പം ആ ഒരു കുറുകിയ രൂപം വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഉപ്പും പുളിയും വെള്ളം എന്ത് വേണേലും ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തീ കുറച്ച് ഇത്രയും തിളച്ച് വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി കിട്ടുന്നതുകൊണ്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ മീൻകറി. അപ്പോൾ ഇന്നത്തെ തേങ്ങ വറുത്തരച്ച മീൻകറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.